ധർമ്മടം മണ്ഡല്ലൂർ കിഴക്കും ഭാഗത്ത് വയലുകളിൽ ഉപ്പുവെള്ളം കയറി വ്യാപക കൃഷിനാശം. നിരവധി കർഷകരുടെ പച്ചക്കറി കൃഷി ഉൾപ്പെടെ പൂർണ്ണമായും നശിച്ചു. വ്യാഴാഴ്ച രാവിലെയുണ്ടായ ശക്തമായ വേലിയേറ്റത്തിലാണ് അണ്ടല്ലൂർ കിഴക്കും ഭാഗത്തെ വയലുകളിൽ ഉപ്പുവെള്ളം കയറാൻ തുടങ്ങിയത്. ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി പൂർണ്ണമായും നശിച്ചു. നിലവിലും ഉപ്പുവെള്ള ഭീഷണി തുടരുകയാണ്. നമ്മളത് മുല്ലങ്കി, ചീര, പിന്നെ വെള്ളേരി നട്ടിന്, കപ്പക്കേൻ്റെ വള്ളി നട്ടിന്, ഓരോ സാധനം ഇങ്ങനെ നട്ട് വരുന്നതാണ്. അപ്പോഴത്തേക്ക് 2-3 ദിവസമായി, അങ്ങെല്ലാം കാര്യമായിട്ട് 3-4 ദിവസമായി. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇടാം ഈ ഭാഗത്ത്. 20-ലധികം കർഷകരുടെ പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഉപ്പുവെള്ളം കയറിയത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായതെന്ന് പഞ്ചായത്ത് അംഗം MP മോഹനൻ പറഞ്ഞു. ഇതിനൊരു പൂർണ്ണ പരിഹാരം വേണമെങ്കിൽ നമ്മുടെ അണ്ടല്ലൂർ പാലം മുതൽ ഉടയൽ ഭാഗം വരെ വരുന്ന പുഴയോര മേഖലയിൽ ഒരു തീരദേശ റോഡും, അതോടൊപ്പം തന്നെ റോഡിന് വരുവാൻ പ്രയാസമുണ്ടെങ്കിൽ ഈ പറയുന്ന വെള്ളം കയറുന്ന സ്ഥലത്തെല്ലാം തടയണ കെട്ടിക്കൊണ്ട് ഈ ഉപ്പുവെള്ളം കയറുന്ന സമയത്ത് തടയണ നിർമ്മിച്ച് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി അടിയന്തരമായ ഒരു സഹായം ലഭിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കൃഷി വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹാർബർ എഞ്ചിനീയറിങ്ങിൻ്റെ എല്ലാ മേഖലകൾക്കകത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് വിവിധ ഘട്ടങ്ങളിലായി ഈ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാണെങ്കിലും പൂർണ്ണ പരിഹാരം നമുക്ക് നേടാൻ സാധിച്ചിട്ടില്ല എന്ന് കൂടി അവസരത്തിൽ സൂചിപ്പിക്കുക. ധർമ്മടം പഞ്ചായത്തിലെ മിക്ക പുഴയോരങ്ങളിലെയും ചിറകൾ തകർന്നിരിക്കുകയാണ്. ഈ തകർച്ചയും ഉപ്പുവെള്ളം കയറാൻ കാരണമായി. അണ്ടല്ലൂർ കടവ് പാലം മുതൽ ഒഴയിൽ ഭാഗം വരെ തടയണ നിർമ്മിച്ച് ഉപ്പുവെള്ളം കയറുന്നത് തടയാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.